Hello everyone, welcome to IGNOU Learning. Myself Nabil. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് IGNOU BA സൈക്കോളജി ഹോണേഴ്സ് കോഴ്സിനെ കുറിച്ചാണ്. bapch എന്നുള്ളതാണ് അതിൻ്റെ ഒരു കോഴ്സ് കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് BA സൈക്കോളജി? BA സൈക്കോളജി പ്രധാനമായിട്ടും ഡീൽ ചെയ്യുന്നത് മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആസ്പെക്റ്റുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും മനഃശാസ്ത്രത്തിനെക്കുറിച്ച്, നമ്മളുടെ മനുഷ്യന്മാരുടെ മനസ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച്, നമ്മളുടെ ഇമോഷൻസിനെ കുറിച്ച്, നമ്മളുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻ്റലക്ച്വൽ ആബിലിറ്റീസിനെ കുറിച്ച്, ഇങ്ങനെയുള്ള നമ്മളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ BA സൈക്കോളജി എന്ന് പറയുന്ന ഒരു കോഴ്സിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ലോകത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ദിവസേന വന്നുകൊണ്ടിരിക്കുകയാണ്. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് ആവട്ടെ, മറ്റ് രീതിയിലുള്ള ഡെവലപ്മെൻറ്റ്സ് ആവട്ടെ, ഇതൊക്കെ നമ്മളുടെ മെൻ്റൽ ഹെൽത്തിനെ ചിലപ്പം കാര്യമായിട്ട് ബാധിക്കുന്നുണ്ടാവും. പോസിറ്റീവായിട്ടുള്ള എഫക്റ്റും ഉണ്ടാവാം, അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള എഫക്റ്റും ഉണ്ടാവാം. അപ്പോൾ ആളുകളുടെ മാനസികാരോഗ്യത്തിൻ്റെ നിലകൾ ദിവസേന മാറിമറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് തന്നെ മനഃശാസ്ത്രം പോലെയുള്ള അല്ലെങ്കിൽ BA സൈക്കോളജി പോലെയുള്ള ഒരു കോഴ്സിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. സോ വാട്ട് വിൽ യു ലേൺ? നമ്മൾ BA സൈക്കോളജി എന്ന് പറയുന്ന IGNOUൻ്റെ കോഴ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കുക എന്നുള്ളത് നോക്കാം. അഥവാ IGNOU BA സൈക്കോളജി കോഴ്സിനെ കുറിച്ചും അതിൻ്റെ സിലബസിനെ കുറിച്ചും അതിലുള്ള കോർ പേപ്പേഴ്സിനെ കുറിച്ചൊക്കെ നമുക്ക് വളരെ വിശദമായിട്ടൊന്ന് പരിചയപ്പെടാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇമേജിൽ കാണാൻ പറ്റുന്ന പോലെ തന്നെ bapch പ്രോഗ്രാമിൽ 26 കോഴ്സുകളാണ് ടോട്ടലുള്ളത്. ഓക്കെ, 26 പേപ്പേഴ്സ് നമുക്ക് പറയാം. ടോട്ടൽ ക്രെഡിറ്റ് 148 ക്രെഡിറ്റ്സിലാണ് നിങ്ങളുടെ ഓവറോൾ പേപ്പേഴ്സ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ 8 കോഴ്സുകളാണ്. അതിൻ്റെ ഓവറോൾ ക്രെഡിറ്റ് എന്ന് പറയുന്നത് 44 ക്രെഡിറ്റ്സ് ആണ്. അതിൽ സെമസ്റ്റർ 1 ഫസ്റ്റ് ഇയർ എന്ന് പറയുമ്പം സെമസ്റ്റർ 1ഉം സെമസ്റ്റർ 2 ആണ് ഉണ്ടാവുക. അപ്പോൾ സെമസ്റ്റർ 1 4 കോഴ്സുകളാണ് 22 ക്രെഡിറ്റുകളുള്ളത്. അതായത് ഫസ്റ്റ് ഇയറിലെ 8 കോഴ്സിനെ പകുതിയാക്കിയിട്ടാണ് ഓരോ സെമസ്റ്ററിലും കൊടുത്തിട്ടുള്ളത്. ഓഫ് കോഴ്സ് അതിൻ്റെ ക്രെഡിറ്റുകളും പകുതിയായിരിക്കും. അതിൽ ഡിഫറൻസ് ഒന്നുമില്ല, അവർ ഈക്വൽ ആയിട്ട് തന്നെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് ഇയറിലെ സെമസ്റ്റർ 1 ആദ്യത്തെ കോഴ്സ് എന്ന് പറയുന്നത് ഇൻട്രഡക്ഷൻ ടു സൈക്കോളജി ആണ്. ഇൻട്രഡക്ഷൻ ടു സൈക്കോളജി നിങ്ങളുടെ കോർ കോഴ്സാണ്. ഓക്കെ, പിന്നെ രണ്ടാമത്തേതെന്ന് പറയുന്നത് ബയോ സൈക്കോളജിയാണ്. ഇൻട്രഡക്ഷൻ ടു സൈക്കോളജിയിൽ സൈക്കോളജിയെക്കുറിച്ചുള്ള ബേസിക് ഇൻട്രഡക്ടറി ആയിട്ടുള്ള കൺസെപ്റ്റുകളൊക്കെയാണ് പഠിക്കുക. പിന്നെ ബയോ സൈക്കോളജിയിൽ നിങ്ങൾ നമ്മളുടെ ബയോളജിക്കൽ ആസ്പെക്റ്റുകളാണ്, സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ബയോളജിക്കൽ ആസ്പെക്ട്സിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെ ഉള്ളത് ഇന്ത്യൻ സൊസൈറ്റി ഇമേജസ് ആൻഡ് റിയാലിറ്റീസ് എന്ന് പറയുന്ന പേപ്പറാണ്. അത് ആക്ച്വലി ജനറൽ എലക്റ്റീവാണ്. പിന്നീട് വരുന്നത് എൻവയൺമെൻറ്റൽ സ്റ്റഡീസാണ്. എൻവയൺമെൻറ്റൽ സ്റ്റഡീസ് ഒരു അബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കമ്പൾസറി കോഴ്സാണ്. അഥവാ കമ്പൾസറി ആയിട്ട് നിങ്ങൾ പഠിക്കണം. അത് ബേസിക്കലി നിങ്ങളുടെ അബിലിറ്റി എൻഹാൻസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് IGNOU കൊടുക്കുന്ന കോഴ്സാണ്. അത് ആക്ച്വലി ഫസ്റ്റ് ഇയറിലെ 2 സെമസ്റ്ററിൽ നിങ്ങൾക്ക് ഉണ്ടാവും. ഡിഫറെൻറ്റ് ആയിട്ടുള്ള വിഷയങ്ങളായിരിക്കും. ഇനി രണ്ടാമത്തെ സെമസ്റ്ററിൽ വരുമ്പം അവിടെ നിങ്ങൾക്ക് പഠിക്കാനുള്ള കോർ കോഴ്സുകൾ ഒന്ന് സൈക്കോളജി ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ആണ്, പേഴ്സണാലിറ്റി ഇൻ്റലിജൻസ് പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഫോർ സൈക്കോളജിക്കൽ റിസർച്ച് 1. ഓക്കെ, അതാണ് ആ പേപ്പറിൻ്റെ പേര്. സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ബേസിക്കലി സൈക്കോളജിക്കൽ റിസർച്ചിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബേസിക് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ്, അതിൻ്റെ മെത്തേഡുകളൊക്കെയാണ് ആ ഒരു പേപ്പറിൽ നിങ്ങൾ പഠിക്കുന്നത്. പിന്നീടുള്ള ജനറൽ എലക്റ്റീവായിട്ട് വരുന്നത് ജെൻഡർ സെൻസിറ്റൈസേഷൻ, സൊസൈറ്റി ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന പേപ്പറാണ്. പിന്നെ AECC അഥവാ അബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കമ്പൾസറി കോഴ്സായിട്ട് വരുന്നത് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസാണ്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ ഇത്ര പേപ്പേഴ്സാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. 8 പേപ്പേഴ്സാണ്. അതിൽ ഓവറോൾ ക്രെഡിറ്റ് എന്ന് പറയുന്നത് 44 ആണ്. ഞാൻ ജസ്റ്റ് റിപ്പീറ്റ് ചെയ്തു മാത്രം. ഇനി സെക്കൻഡ് ഇയറിലേക്ക് വരുന്ന സമയത്ത് കോഴ്സുകളുടെ എണ്ണം കൂടുന്നുണ്ട്. 10 കോഴ്സുകളാണുള്ളത്, 56 ക്രെഡിറ്റും. ഓരോ സെമസ്റ്ററിലും 5 കോഴ്സും 28 ക്രെഡിറ്റും വീതമാണ് അത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സെമസ്റ്റർ 3 നോക്കാം. സെമസ്റ്റർ 3 നിങ്ങൾക്ക് സൈക്കോളജിക്കൽ റിസർച്ചും ഡെവലപ്മെൻറ്റ് ഓഫ് സൈക്കോളജിക്കൽ തോട്ടുമാണ് കോർ കോഴ്സുകളായിട്ട് ഉള്ളത്. പിന്നെ സോഷ്യൽ സൈക്കോളജിയും ഉണ്ട്. സെമസ്റ്റർ 3 സൈക്കോളജിക്കൽ റിസർച്ച്, ഡെവലപ്മെൻറ്റ് ഓഫ് സൈക്കോളജിക്കൽ തോട്ട്, സോഷ്യൽ സൈക്കോളജി, ഈ 3 കോർ കോഴ്സുകളാണുള്ളത്. പിന്നെ റീതിങ്കിങ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ജനറൽ എലക്റ്റീവ് കോഴ്സ് 3rd സെമസ്റ്ററിൽ. പിന്നെ ടൂറിസം ആന്ത്രോപോളജിയാണ് സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സായിട്ട് വരുന്നത്. നേരത്തെ അബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കമ്പൾസറി കോഴ്സായിരുന്നെങ്കിൽ സെമസ്റ്റർ 3ലും 4ലും നിങ്ങൾക്ക് SECs ആണ് വരുന്നത്, അഥവാ സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സുകളാണ്. ഇനി സെമസ്റ്റർ 4 സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ഫോർ സൈക്കോളജിക്കൽ റിസർച്ച് 2, ഡെവലപ്മെൻറ്റൽ സൈക്കോളജി, അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി, ഈ 3 പേപ്പേഴ്സാണ് എന്ത് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കോർ കോഴ്സായിട്ട് പഠിക്കാനുള്ളത്. പിന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ആണ് ജനറൽ എലക്റ്റീവ്. പിന്നെ പബ്ലിക് ഹെൽത്ത് ആൻഡ് എപ്പിഡമിയോളജിയാണ് നിങ്ങൾക്ക് സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി തേർഡ് ഇയറിലേക്ക് പോകുമ്പോൾ അവിടെ 8 കോഴ്സുകളും 48 ക്രെഡിറ്റ്സും ആണുള്ളത്.
സെമസ്റ്റർ 5 4, സെമസ്റ്റർ 6 4 കോഴ്സുകൾ. ഓക്കെ, അപ്പം സെമസ്റ്റർ 4 അണ്ടർസ്റ്റാൻഡിങ് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ്, ഓർഗനൈസേഷണൽ ബിഹേവിയർ, പോസിറ്റീവ് സൈക്കോളജി, എൻവയൺമെൻറ്റൽ സൈക്കോളജി, ഈ 4 കോഴ്സുകളാണുള്ളത്. അതിൽ ആദ്യത്തെ 2 കോർ കോഴ്സുകളാണ്. പിന്നീട് വരുന്ന 2 ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ് അഥവാ DSC ആണ്. ഇനി സെമസ്റ്റർ 6 വരുമ്പോൾ 2 DSCs ആണുള്ളത്. അപ്പം ഫസ്റ്റ് കോർ കോഴ്സുകൾ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഡീലിംഗ് വിത്ത് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ആണ് ഒന്നാമത്തത്, കൗൺസിലിംഗ് സൈക്കോളജിയാണ് രണ്ടാമത്തത്. പിന്നെ DSC വരുന്നത് ഫോറൻസിക് സൈക്കോളജിയും പിന്നീടുള്ള ഡെസർട്ടേഷനും കൂടെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങൾക്ക് BA സൈക്കോളജി അഥവാ BAPCH പ്രോഗ്രാമിൽ IGNOയിൽ പഠിക്കാനുള്ളത്. നിങ്ങൾ IGNOയുടെ BA സൈക്കോളജി, MA സൈക്കോളജി, BCom, MCom ഇതുപോലുള്ള ഏതെങ്കിലും കോഴ്സ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഹൈക്കോയ്സ് ലേണിംഗ് നിങ്ങൾക്ക് വേണ്ട റെഗുലർ ആയിട്ടുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹൈക്കോയ്സ് ലേണിങ്ങിൻ്റെ ക്ലാസ്സുകളെ കുറിച്ച് അറിയാനും അതിനെ എക്സ്പീരിയൻസ് ചെയ്യാനും നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഹൈക്കോയ്സ് ലേണിങ്ങിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ എനിവേ പ്ലീസ് ചെക്ക് ദാറ്റ് ഔട്ട്. ഇനി മറ്റേതെങ്കിലും രീതിയിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.